Hello my dear beautiful souls, welcome back to our YouTube channel Healing Angels The Blood Tarot Malayalam. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന്, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്നും കൂടി നമുക്ക് നോക്കാം. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുമോ ടൈം തൊട്ട് നിങ്ങൾക്ക് റിസണേറ്റ് ആവുണ്ടാവും. അപ്പോൾ എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ചിന്തിച്ചിട്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു ഔട്ട്കം കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. നമുക്കാദ്യം നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇത് റിസണേറ്റ് ആവേണ്ടി മാത്രം നിങ്ങൾ റീഡിംഗ് കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? യൂസ് ഒക്കെ ഇട്ട് ഡൗൺ ആണോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഇതെന്തേത് എല്ലാവരും ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കണേ? ഇന്നും മര്യാദക്കൊന്നും പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? നമ്മളെന്തിനും ഡൗൺ ആവണേ? വരാനുള്ള വഴി തങ്ങില്ല, എന്തായാലും വരണ്ടാവും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേ. നമ്മൾ ഡൗൺ ആയിട്ടിരുന്നാൽ നമുക്ക് വരാനുള്ളതൊക്കെ ബ്ലോക്ക് ആയിപ്പോവും. ഫൈവ് ഓഫ് വാൻസിൻ്റെ കാർഡാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ വന്നേക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നമ്മൾ എനർജീസ് നോക്കുകയാണെങ്കിൽ ലിയോയുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഫയർ സൈൻ ആക്റ്റീവ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത്. ദെൻ എന്താ പറയുക, നിങ്ങൾ ഇതിനകത്തൊരു ചേഞ്ച് വേണം. മീൻസ് എങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കണക്ഷന് നേരെയായിട്ട് കിട്ടണില്ല. ഒരു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നിട്ടുണ്ട്. സോ ചിലർക്കൊക്കെ ഇവിടെ ഒരു ലെസ് കോണ്ടാക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. മീൻസ് ചിലർ തമ്മിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, പക്ഷേ എന്നാൽ പോലും പഴയതുപോലെ ഒരു സ്നേഹവും ഇതൊന്നും നിങ്ങളുടെ ഇടയിലില്ല. ആ ഒരു ചിലപ്പോൾ ഒരു ഹൈ ബൈ ബന്ധമായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു മാറ്റം വേണം, ഇതിലൊരു ചേഞ്ച് വേണം എന്നാണ് നിങ്ങളിവിടെ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം വേണമെന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയോ നഷ്ടങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് നഷ്ടമുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാ തരത്തിലും നമ്മൾ നമ്മുടെ സമയവും അതല്ലാണ്ട് നമ്മുടെ ഇതൊക്കെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടാണ്ട് അപ്പോൾ നമുക്കതൊരു ലോസാണ് അല്ലേ, ഒരു വലിയ ലോസ് തന്നെയാണ് നമുക്ക്. മീൻസ് നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരും, അതിനകത്തൊരു അർത്ഥം ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഇനി തിരിച്ചു വരില്ല എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി. ഈ കറണ്ട് എനർജി റിസണേറ്റ് ആവണവർ മാത്രം റീഡിങ് കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. വെറുതെ നമ്മളെന്തിനും ആവശ്യമില്ലാത്ത എനർജിയൊക്കെ വലിച്ചതായാലും വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പറയും മുമ്പ് വീണതാണ് 8 ഓഫ് വാൻസിൻ്റെ കാർഡ്. സോ നമ്മളിത് തിരിച്ചു വെക്കാണ്. ഈ കാർഡ് വരേണ്ട കാർഡാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ കാർഡാണ് വീണത്, ആരും ഒന്നും പറയില്ല കേട്ടോ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് 4 ഓഫ് പെൻറ്റാക്കിൾ, ക്യാപ്രിക്കോൺ എനർജി, എർത്ത് സൈൻ. നിങ്ങളുടെ പേഴ്സണോട് നല്ല രീതിക്ക് ഇപ്പം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ പീരീഡാണ്, നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ലെസ് കോൺടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നല്ല രീതിക്ക് നിങ്ങളോട് ഒരു പോസസീവ്നെസ് തോന്നുന്നുണ്ട്. മീൻസ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു എന്താ പറയുക കോമ്പറ്റീഷൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ. അതായത് ആൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ, എനിക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പിടിവാശിയിലിരിക്കുന്ന ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റിൽ തന്നെ. സോ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആ ഒരു എനർജി, അതായത് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇതുവരെ നിങ്ങൾ അങ്ങോട്ടേക്ക് ബെഗ് ചെയ്ത് തന്നിട്ടുണ്ടാവും, പക്ഷെ ഇപ്പം നിങ്ങൾ ബെഗ് ചെയ്ത് അതായത് നിങ്ങളുടേതായ കാര്യത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ആൾക്കൊരു പോസിറ്റീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും പോയോ, ഇനി വേറെ വല്ല കണക്ഷനിലായോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നല്ല രീതിക്ക് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ആൾ ചിന്തിക്കുന്ന ആളിവിടെ ഓവർലി ആളുടെ ടൈമും കാര്യങ്ങളൊക്കെ ആൾ സ്പെൻഡ് ചെയ്തിട്ട് പോലും ഈ കണക്ഷനിൽ ഒരു ഗ്രോത്തോ സ്റ്റെബിലിറ്റിയോ കിട്ടിയിട്ടില്ലെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ആളുടെ സെൽഫ് പ്രൊട്ടക്ഷനിലായിരിക്കുന്നത്. മീൻസ് അയാളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
ആൾക്ക് ഇവിടെ ഒരു കംപ്ലീറ്റ്നെസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു കംപ്ലീറ്റ്നെസ് വേണം, ഫൗണ്ടേഷൻ വേണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് വേണം എന്നൊക്കെ ആൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റെബിലിറ്റി വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നത്. പക്ഷേ ആൾ സ്റ്റിൽ ആളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. ആൾക്ക് നല്ല രീതിക്ക് പോസിറ്റീവ്നെസ് തോന്നുന്നുണ്ട് നിങ്ങളോട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ആളടുത്തേക്ക് ചെല്ലാണ്ടെന്ന് ചിന്തിക്കുമ്പോൾ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് വെച്ചത് 6 of Swords. അതായത് നിങ്ങൾ ട്രാൻസിഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ 6 of Swords വന്ന അക്യൂറസ് എനർജി, എയർസ് ആൻഡ് ആക്റ്റീവ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്താ പറയുക, ഒരു ചേഞ്ച് വേണം ഈ കണക്ഷനിൽ. ആൾക്ക് ഇനി നിങ്ങളോട് വഴക്കുണ്ടാക്കാനോ അതായത് ഒന്നിനും നിൽക്കാൻ വയ്യ. ആളുടെ കാര്യം നോക്കിയിട്ട് ആൾക്ക് ഒരുപാട് കർമ്മ ബാഗേജസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ആൾക്ക് ഈ ഒരു കർമ്മ കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആളിപ്പോൾ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയിലായിരിക്കുന്നത്. കാരണം ആളിപ്പോൾ ഒരു മൂവ് ഓൺ എനർജിയിലാണ് ഇവിടെ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കർമ്മ, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കാർമിക് സൈക്കിളായിരിക്കും ഇവിടെ എൻഡായി പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആൾ കർമ്മ റിലീസ് ചെയ്യണം. ആളൊരു ഹീലിംഗ് എനർജിയിലേക്കാണ് ഇപ്പോൾ ആൾ പോകുന്നത്. കാരണം എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിനകത്തൊരു ബാലൻസോ എന്താ പറയുക ഒരു സൊല്യൂഷനോ ആൾക്ക് കാണാൻ പറ്റില്ല. കറൻ്റ്ലി ആളിപ്പോൾ ഒരു മൂവ്മെൻറ്റിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് മൂവ് ചെയ്ത് പോകണം എന്നാണ്. പക്ഷേ സ്റ്റിൽ ആൾക്കിത് പറ്റുന്നില്ല. 8 of Cups. ആൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതായത് ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആളെന്താ പറയുക, വോക്കിംഗ് എവേ എന്നുള്ള രീതിയിലാണ് ആൾ നിൽക്കുന്നത്. അതായത് പോണ പോലെ പോട്ടെ. അത് നിങ്ങളുടെ ഇടയിൽ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ അതായത് ആളെ ചിന്തിക്കുന്നുണ്ട്. ആൾക്ക് ചിന്തിക്കുന്നതോടെ ആൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. മീൻസ് ആൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആളൊരു പ്രാക്ടിക്കാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതേപോലെ തന്നെ ഒരു ഗുഡ് ഡിസിഷൻ മേക്കർ ആയിരിക്കാം. അതായത് ആൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു 10 തവണയെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും ഒരു കാര്യം തീരുമാനിക്കേണ്ടാവുക. ആ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ മാറുണ്ടാവില്ല. സോ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ആൾക്ക് നല്ല ടൈമും വേണം. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ പ്രാക്ടിക്കാലിറ്റിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിലും നല്ല ഈഗോയിസ്റ്റിക് ആണ്. ഇത് ആർക്ക് റിസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഈഗോയിസ്റ്റിക് ആണ്, നല്ല പോസിറ്റീവ്നെസ് ഉള്ള വ്യക്തിയാണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണും ഇവിടെ ഡൗൺ ആണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഡിസപ്പോയിൻമെൻ്റ്. ആളാകെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത്, നിങ്ങളെ കാണണം, നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റിൽ ആൾക്ക് അങ്ങോട്ടേക്ക് വരാനും മടിയാണ്. കാരണം ആളുടെ ഈഗോ. ഫുൾ കാർഡ്. സോ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നല്ല രീതിക്ക് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കേണ്ടത്. പക്ഷെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് പോസിബിൾ ആവും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ടോയെന്ന്. പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ സൺ റേസ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കണ്ടോ, ഇങ്ങോട്ട് നടന്നു നീങ്ങി അയാൾ താഴെ വീഴും. ഇവിടുന്ന് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോവല്ലേ, നീ താഴെ വീഴും. പക്ഷേ ആൾ അത് കേൾക്കാൻ തയ്യാറില്ല. ഗോയിങ് വിത്ത് ഫ്ലോയിലാണ് നിങ്ങളുടെ പേഴ്സൺ നടന്നു പോകുന്നത്. മീൻസ് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. എന്ത് വന്നാലും കുഴപ്പമില്ല. ആ ഒരു എന്താ പറയുക, ഒരു കുട്ടി തന്നെ പറഞ്ഞ ഒരു ഇതില്ലേ, ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ, വന്നോർത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. ആ ഒരു എനർജിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ട് വരുന്നത്. ഇതൊരു എന്താ പറയുക, നമ്മൾ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വരും. നിങ്ങളുടെ പേഴ്സൺ ന്യൂ ബിഗിനിങ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇന്നസെൻസ് ഉള്ള പേഴ്സണാണ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഹേർട്ട് ചെയ്യണ ഒരു പേഴ്സണാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് വേറെ ഉണ്ട്. നിങ്ങളെ കഴിഞ്ഞും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. മീൻസ് ആളൊരു ഇമ്മച്യൂർ എനർജി ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമുണ്ടാവും. ദെൻ ആൾ ഭയങ്കര നിങ്ങളടുത്തേക്ക് വരാൻ വേണ്ടി ഭയങ്കര നമ്മൾ പറയേ തുളുമ്പി നിൽക്കണ സ്നേഹം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹത്തിലാണ് നിൽക്കണത്. പക്ഷേ ഈഗോ ബ്രേക്ക് ആവണം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്?
നമ്മൾ കുറേ ദിവസമായി മര്യാദക്ക് റീഡിംഗ് ഒക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ഈ മിസൈൽ ആക്രമണം നിൽക്കാത്തതുകൊണ്ട് റീഡിംഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. പ്ലീസ് കഴിഞ്ഞു എൻ്റെ യൂസിൻ്റെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താ. എല്ലാവരും അയക്കണം മറ്റേ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണാണ്ട് പറ്റണ കമൻറ്റിനൊക്കെ റിപ്ലൈ ഇടണ്ട കേട്ടോ. കുറേ ചേച്ചിമാർ മെസ്സേജ് അയക്കേണ്ട ചേട്ടന്മാരും അയക്കേണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്ലീസ് കഴിഞ്ഞു യൂണിവേഴ്സ് എൻ്റെ യൂസിൻ്റെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താ. എന്താ നിങ്ങളുടെ പേഴ്സിന് കറണ്ട് എനർജി ഇല്ലേ? ആള് ഡൗൺ ആയിട്ടിരിക്കണുണ്ടാന്ന് തോന്നുന്നു. കാർഡ് 10 of Wands അല്ലേ, കറക്റ്റ് 10 of Wandsൻ്റെ കാർഡാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് ആളിവിടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ആൾക്ക് ഇവിടെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കണ്ടോ. നല്ല ബേർഡനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇരിക്കുന്നത്. ആൾക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ അടുത്തായിട്ട് ആളുടെ ലൈഫിലേക്ക് പുതിയൊരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്ക് ഒരു കംപ്ലീഷൻ എന്തൊക്കെ ചെയ്തിട്ട് ആൾക്കൊരു കംപ്ലീഷൻ ഫീൽ ഇല്ല. അതായത് ഫയർ സൈൻ ആക്റ്റീവാണ് സജിറ്റേറിയസിൻ്റെ എനർജി. ആളിവിടെ നിങ്ങളെ ഞാൻ പറഞ്ഞു ആളിവിടെ നിങ്ങൾ നല്ല രീതിക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആള് നല്ല ഡൗൺ ആണ് ഇവിടെ. മീൻസ് ആൾക്ക് എല്ലാം കൂടി തലയിൽ വെച്ചിട്ട് ആൾക്ക് തല പൊട്ടണ പരുവെന്നൊക്കെ നമ്മൾ അറിയില്ലേ. കാരണം നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ അതൊരു വിഷമം, അതുകൂടാണ്ട് വേറെ റെസ്പോൺസിബിലിറ്റി, ഫാമിലി, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് 8 of Wandsൻ്റെ കാർഡ് നോക്ക് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. നമ്മളിനി വേറെ കാർഡ്സ് ഒന്നും എടുക്കണ്ട. കാരണം ഇപ്പം ഇത്രയും കാർഡ്സ് നമ്മൾ എടുത്തു. ദെൻ ലാസ്റ്റ് കാർഡ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നു. സോ ഇവിടെ ഒരു സ്പീഡായിട്ടുള്ള ഒരു റാപ്പിഡ് ആക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു മൂവ്മെൻറ്റിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വയ്യ, ഈഗോ ആണ്, പ്രാക്ടിക്കാലിറ്റി നിൽക്കുന്ന വ്യക്തിയാണ്, എന്ത് തന്നെയാണെങ്കിലും ആളുടെ ഈഗോ ബ്രേക്ക് ആവും. ആൾ നല്ല രീതിക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാവും. ആൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ട്രിഗർ ചെയ്യും. നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയി കോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൾ ഇങ്ങോട്ടേക്ക് വന്ന് കോൾ ചെയ്തോളും. ആരും ആരുടെ സെൽഫ് വാല്യൂം സെൽഫ് വർത്തും കളഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അയ്യോ എൻ്റെ ചേട്ടൻ വിളിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാൻ നിൽക്കേണ്ട. അവർക്ക് നിങ്ങൾ ആവശ്യമുണ്ടോ അവരിങ്ങോട്ട് വിളിക്കും. സോ ആ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ആൾക്കൂടെ നല്ല ഹീലിംഗ് എനർജി കാണാണ്ട് നമുക്കിവിടെ 6 of Swordsൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. സോ ഇതിൽ ചിലവരുടെ പേഴ്സണൊക്കെ ചിലപ്പോൾ കൺട്രി തന്നെ വേറെ ആയിരിക്കാം, ചിലർക്ക് ഡിസ്ട്രിക്റ്റ് വേറെ ആയിരിക്കാം. ഇവിടെ ഒരു ട്രാവൽ എനർജി കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകണ്ടാവും, അല്ലെങ്കിൽ ആൾ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണ്ടാവും. ചിലർക്കൊക്കെ കരിയർ നോക്കണവരാണെങ്കിൽ അവർക്ക് ബിസിനസ് ട്രിപ്പൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ എഗെയിൻ പറയുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നല്ല ഈഗോയിസ്റ്റിക് ആണ്. ഈ ഈഗോ ബ്രേക്ക് ആവാതെ നിങ്ങളുടെ കണക്ഷനിൽ ഈ സാധനം വരില്ല, കമ്മ്യൂണിക്കേഷൻ വരില്ല. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 6 of Pentacles. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു ടോറസ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് കൊടുക്കാൻ മടിയില്ലാത്തൊരു വ്യക്തി എന്ന് അറിയില്ലേ. മീൻസ് ആർക്കും ഒരു മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്. അതായത് ആളിവിടെ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻറ്റ് വേണം, ഒരു ബാലൻസ് വേണം, ഒരു സൊല്യൂഷൻ വേണം. അതായത് ഈ കണക്ഷൻ ഒരു ഹാർമണി വേണം. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കേണ്ടത് ഓവറോൾ എനർജി എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്കാണ്. കാരണം ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇത്രയും സിറ്റുവേഷനൊക്കെ കടന്നു പോയവരാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു കോൾ വരാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. ചെറിയ റീഡിംഗ് ആണ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റീഡിംഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എല്ലാവരും നമ്മളിപ്പോൾ ക്ലൂ കാർഡ്സ് ഒന്നും എടുക്കില്ല. കാരണം നമ്മൾ എന്താ പറയുക, ആ ബോക്സ് നമ്മുടെ ഇവിടെ ഇല്ല. അത് അവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ ഫ്ലാറ്റിലായിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം.